തിരുവനന്തപുരത്ത് IT കമ്പനി ടാൽറോപ്പിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ നടന്ന ചർച്ച തൃപ്തികരമല്ലെന്ന് ജീവനക്കാർ. കിട്ടാനുള്ള കുടിശ്ശിക മുഴുവനായി കിട്ടണമെന്നുള്ളതാണ് ജീവനക്കാരുടെ ആവശ്യം. കുടിശ്ശികയിൽ നിന്ന് ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടിട്ട് പോലും നൽകിയില്ലെന്നും ജീവനക്കാർ പറയുന്നു. അഡീഷണൽ ലേബർ കമ്മീഷണർ AM സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ ടാൽറോപ്പിൽ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക എന്ന് പറയുമ്പോൾ അത് കോടികൾ വരും. ഈ കുടിശ്ശിക നൽകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് ആണോ കമ്പനി പോകുന്നത്? എന്തൊക്കെയാണ് നിലവിലത്തെ സാഹചര്യം? പ്രശാന്ത്. പ്രജിത്തെ 600-ലധികം ജീവനക്കാരാണ് ടാൽറോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ ഭൂരിഭാഗം പേരും നിലവിൽ ഈ സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോയിരുന്നു. അവർക്ക് ഇത്തരത്തിൽ 11 മാസത്തോളം ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ അതിൻ്റെ കുടിശ്ശിക നൽകാതെ വന്നതോടുകൂടിയാണ് ഈ ജീവനക്കാരെല്ലാവരും കമ്പനിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ തന്നെ ജീവനക്കാരോട് പിരിഞ്ഞു പോകാൻ കമ്പനിയും ആവശ്യപ്പെട്ടിരുന്നു. യാതൊരു കാരണവുമില്ലാതെ പിരിച്ചുവിടൽ നടപടി കമ്പനി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ വന്നതോടുകൂടിയാണ് ലേബർ കമ്മീഷന് മുന്നിലേക്ക് ഇത് എത്തുന്നത്. അഡീഷണൽ ലേബർ കമ്മീഷൻ നേതൃത്വത്തിൽ ഇതൊരു ചർച്ച നടന്നിരുന്നു. ചർച്ചയിൽ കമ്പനിയുടെ ഭാഗത്തുനിന്നും പങ്കെടുത്തത് CEO മാത്രമാണ്. എന്നാൽ കമ്പനിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തില്ല. ഇതോടുകൂടി തന്നെ ചർച്ച തീരുമാനമുണ്ടാകാതെ പിരിയുകയും ചെയ്തു. തുടർന്നാണ് ഇതിൽ ഗുരുതരമായിട്ടുള്ള ചില നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ കൂടി ഈ ലേബർ കമ്മീഷന് മുമ്പിലേക്ക് വരുന്നത്. അതായത് ഇത്തരത്തിൽ ജീവനക്കാർക്ക് അർഹിച്ച ആനുകൂല്യങ്ങൾ അതായത് ഈ കുടിശ്ശിക അടക്കം നൽകാത്തത് അത് ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് എന്നടക്കമുള്ള കണ്ടെത്തൽ കൂടി ഇപ്പോൾ ലേബർ കമ്മീഷന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 25-ാം തീയതി, അതായത് ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ ചെയർമാൻ നേരിട്ട് ഹാജരാക്കണം. അത് ചെയർമാൻ്റെ സമയത്തിനനുസരിച്ചാണ്. അതായത് ലേബർ കമ്മീഷൻ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസൗകര്യമുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 25-ാം തീയതിക്കുള്ളിൽ ഈ ചെയർമാൻ, അതായത് ഈ കമ്പനിയുടെ ചെയർമാൻ, ടാൽറോപ്പിൻ്റെ ആ കമ്പനിയുടെ ചെയർമാൻ ആവശ്യപ്പെടുന്ന അതാ സമയത്ത് ഈ 25-ാം തീയതിക്കുള്ളിൽ എത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തായാലും 25-ാം തീയതി വീണ്ടും ഒരു യോഗം ചേരുന്ന സാഹചര്യം, അതിനുള്ളിൽ ആ യോഗം നടക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ലേബർ കമ്മീഷനുടെ തീരുമാനം. എന്തായാലും ഈ ജീവനക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആശ്വാസം ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.